ഇനി ക്രിക്കറ്റിലേക്ക് പോവുകയാണ്. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ടെസ്റ്റ് പരമ്പര ഇന്ന് ആരംഭിക്കാൻ പോവുകയാണ്. അഹമ്മദാബാദിലാണ് ആദ്യ മത്സരം. ഏഷ്യ കപ്പ് വിജയത്തിന് പിന്നാലെയാണ് താരങ്ങൾ ടീമിനൊപ്പം ചേർന്നത്. വിൻഡീസിനെതിരെ 2 മത്സരങ്ങളാണ് ഇന്ത്യ കളിക്കുക. ശുഭ്മൻ ഗിൽ നായകനാകുന്ന ആദ്യ ഹോം പരമ്പരയാണ് ഇന്ന് തുടങ്ങാൻ പോകുന്നത്. പരിക്കേറ്റ് പുറത്തായ ഋഷഭ് പന്തിന് പകരം ധ്രുവ് ജുറേൽ ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പറാകും. 2 പേസർമാരും 4 സ്പിന്നർമാരുമായാണ് ഇന്ത്യ ഇറങ്ങുന്നത്. മലയാളിയായ ദേവദത്ത് പടിക്കലും ടീമിലുണ്ട്. ഈ മത്സരത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 31 വർഷമായി വിൻഡീസ് ഇന്ത്യയിൽ വന്നിട്ട് ഒരു ടെസ്റ്റിൽ പരാജയപ്പെടുത്തിയിട്ട്, അപ്പോൾ അവർക്ക് 3 പതിറ്റാണ്ട് നീളുന്ന ഒരു ആഗ്രഹം അവർക്കുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചാണെങ്കിൽ കഴിഞ്ഞ തവണ ഈ ഇംഗ്ലണ്ടിനെ സമനിലയിൽ പിടിച്ചു വന്നതിൻ്റെ ഒരു ആത്മവിശ്വാസമുണ്ട്. ശുഭ്മൻ ഗില്ലിന് അദ്ദേഹത്തിൻ്റെ നായകൻ എന്നുള്ള രീതിയിൽ ഇന്ത്യൻ മണ്ണിൽ ആദ്യത്തെ പരമ്പര കൂടിയാണ്. അങ്ങനെ വളരെ സവിശേഷമാണ് ആ പരമ്പര. അല്പസമയത്തിനകം തന്നെ അതിൻ്റെ ടോസ് ആരംഭിക്കും. ടോസ് ഇടാൻ പോകുന്നു. 9:30 മത്സരം ആരംഭിക്കുന്നതാണ്. വനിതാ ഏകദിന ലോകകപ്പിലേക്ക് പോവുകയാണ്. ന്യൂസിലൻഡിനെതിരെ ഓസ്ട്രേലിയ ഇന്നലെ 89 റൺസിന് വിജയം നേടി. ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ 326 റൺസ് എടുത്തു. ഒരു ഘട്ടത്തിൽ 5-ന് 128 എന്ന നിലയിലായിരുന്നു ഓസീസിനെ. ആഷ്ലി ഗാർഡ്നറുടെ സെഞ്ചുറിയാണ് മികച്ച സ്കോറിലേക്ക് നയിച്ചത്. ന്യൂസിലൻഡിന് വേണ്ടി ജേസ് കെയർ, ലിയാത്ത ഹുഹു എന്നിവർ 3-ഉം അമേലിയ കെയർ 2 വിക്കറ്റും വീഴ്ത്തി. മറുപടിയിൽ സോഫി മോളിനെക്സും അന്നാബെൽ സദർലാൻഡും 3 വിക്കറ്റ് വീതം വീഴ്ത്തി ന്യൂസിലൻഡിനെ തകർത്തു. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ബംഗ്ലാദേശിന് പാകിസ്ഥാനാണ് എതിരാളികൾ. വനിതാ ക്രിക്കറ്റ് ലോകകപ്പിൽ പാകിസ്ഥാനെതിരായ മത്സരത്തിൽ ഇന്ത്യൻ ടീം പാക് താരങ്ങൾക്ക് ഹസ്തദാനം ചെയ്യില്ല എന്ന് റിപ്പോർട്ട്. കൊളംബോയിൽ ഞായറാഴ്ച നടക്കുന്ന ലോകകപ്പ് മത്സരത്തിന് മുന്നോടിയായി ഇന്ത്യൻ കളിക്കാർക്കും ടീം മാനേജ്മെന്റിനും BCCI നിർദ്ദേശം നൽകിയതായി സ്പോർട്സ് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. അടുത്തിടെ സമാപിച്ച ഏഷ്യ കപ്പിൽ ഇന്ത്യൻ പുരുഷ ടീം പാകിസ്ഥാൻ കളിക്കാർക്ക് ഹസ്തദാനം നൽകാൻ വിസമ്മതിച്ചിരുന്നു. ഓസ്ട്രേലിയ എക്കെതിരായ 1-ാം ഏകദിനത്തിൽ ഇന്ത്യ എക്ക് 171 റൺസിന്റെ കൂറ്റൻ ജയം. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനെത്തിയ ഇന്ത്യ 50 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 413 റൺസാണ് നേടിയത്. ശ്രേയസ് അയ്യരും പ്രിയാൻ ഷാരിയും നേടിയ സെഞ്ചുറികളാണ് ഇന്ത്യയെ കൂറ്റൻ സ്കോറിൽ എത്തിച്ചത്. പ്രഭ്സിമ്രാൻ സിംഗ്, റയാൻ പരാഗ്, ആയുഷ് ബദോനി എന്നിവർ അർദ്ധ സെഞ്ചുറി നേടി. മറുപടി ബാറ്റിംഗിൽ ഓസീസ് 33.1 ഓവറിൽ 242-ന് ഓൾ ഔട്ടായി. 4 വിക്കറ്റ് നേടിയ നിഷാന്ത് സന്ധുവാണ് ഓസീസിന് തകർത്തത്. ഓസീസ് നിരയിൽ മെക്കൻസി ഹാർവി, വിൽ സദർലാൻഡ് എന്നിവർ അർദ്ധ സെഞ്ചുറി നേടി. ജയത്തോടെ 3 മത്സരങ്ങളുടെ പരമ്പരയിൽ ഇന്ത്യ 1-0 മുന്നിലെത്തി. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ബാഴ്സലോണയെ പരാജയപ്പെടുത്തി PSG. ഗ്രൂപ്പ് മത്സരത്തിൽ 1-നെതിരെ 2 ഗോളുകൾക്കാണ് പരാജയപ്പെടുത്തിയത്. മറ്റു മത്സരങ്ങളിൽ മൊണാക്കോ മാഞ്ചസ്റ്റർ സിറ്റിയെ സമനിലയിൽ തളച്ചു. അത്ലറ്റിക് ക്ലബിനെതിരെ ഡോട്ട്മുണ്ടിന് തകർപ്പൻ ജയമുണ്ടായി. സ്പോർട്ടിങ്ങിനെ നാപ്പോളിയും ഒളിമ്പിയോക്കസിന് ആഴ്സണലും കീഴടക്കി. VRL യുവന്റസ് മത്സരവും ലെവർകൂസൻ PSV മത്സരവും സമനിലയിൽ കലാശിച്ചു. വോളിബോൾ ആരാധകർക്ക് ഇന്ന് മുതൽ ഒരു പുതിയ വാർത്ത വരികയാണ്. പ്രൈം വോളിബോൾ 4-ാം സീസൺ ഇന്ന് ഹൈദരാബാദിൽ തുടക്കമാവുകയാണ്. ഗച്ചിബോളി ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ. ഇത്തവണ മത്സരിക്കുന്നത് 10 ടീമുകളാണ്. ആദ്യ മത്സരത്തിൽ ആതിഥേയരായ ഹൈദരാബാദ് ബ്ലാക്ക് ഹോഗ്സ് കാലിക്കറ്റ് ഹീറോസിനെ നേരിടും. രാത്രി 8 മണിക്കാണ് മത്സരം.